മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, അല്ലു ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു നാടൻ മട്ടൻ കറി വെക്കുന്ന വീഡിയോ ആണ്. അതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സുഹൃത്തുക്കളെ, നമുക്കിനി അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ പാത്രം ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി ആദ്യം കുറച്ച് സവാള വേവിച്ചെടുക്കാം. സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ നമ്മളെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മറക്കരുത് ആരും. സവാള ഒന്ന് പകുതി വെന്തതിന് ശേഷം നമുക്ക് ബാക്കി ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പകുതി ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഉള്ളി വെന്തോന്ന് നോക്കാം. ഉള്ളി പകുതി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പകുതി വാടി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഇതായതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാനുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു കുറച്ചും കൂടെ ഒന്ന് ഇതാവട്ടെ. ഇനിയും അടച്ച് വയ്ക്കാം. തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും മതിയാകും. അടുത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും. ഇനി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. അതുപോലെ തന്നെ ഗരം മസാല പൊടിച്ചത് അതും കൂടെ നമുക്കിട്ട് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട മസാലകളുടെ പച്ച മണം മാറുന്നത് വരെ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ഇറച്ചി ഇട്ടെന്ന് പറയുമ്പോൾ ഈ മസാലയിൽ കിടന്ന് തന്നെ ഇറച്ചി വേവണം. എങ്കിൽ ഈ മസാല ഫുള്ളും ഇറച്ചിയിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കത്തുള്ളൂ. നമ്മൾ ആദ്യമേ ഇറച്ചിയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടാക്കിയ വെള്ളമാണ്. ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചേർത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പോ മസാലയോ മുളക് പൊടിയോ കുറവുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് അതിവിടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് കഴിച്ചാൽ മതി. അപ്പോൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
നമുക്ക് തുറന്നൊന്ന് നോക്കാം, എന്തായെന്ന് നോക്കാം. അപ്പം തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് കൂടെ ഇനി വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇവിടെ നിർത്താണ്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.